ഹലോ ഗൈസ്, ഞാനും മോനും കൂടെ ഇന്ന് മോളുടെ സ്കൂളിൽ കളിമുറ്റം എന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇക്ക മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി തരും. അപ്പോൾ എനിക്കിത് അതുപോലെ ഒരു ബാഡ്ജ് പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേരും മോളുടെ ക്ലാസ്സുമാണ്. അപ്പോൾ ഇത് നമ്മൾ തൂക്കണം. അപ്പോൾ ഇതിൽ വന്നിട്ട് 4 ടീമായിട്ട് വന്നിട്ട് 4 ഗ്രൂപ്പാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, അങ്ങനെ 4 ടീമായിട്ടാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് യെല്ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കുട്ടികളുടെ മീറ്റിങ്ങിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്കല്ലേ പോകുക. അപ്പോൾ കുട്ടികളെ പോലെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റാറില്ലല്ലോ. കുറേ വർഷങ്ങളായി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെയല്ലേ ഇതുപോലെ നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മൾ കുട്ടികളായി ഇരുന്നാലോ എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരു ദിവസമെങ്കിലും നമുക്ക് കുട്ടികളെ പോലെ ഇരിക്കാൻ പറ്റിയതാണെങ്കിൽ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ലോകം എന്ന് പറയുന്നത് നല്ല സന്തോഷവും അവർക്കൊരു ദുഃഖവും ഇല്ല. അതുപോലെ തന്നെ അവർക്കൊന്നും പേടിക്കാനില്ല, ഒരു ടെൻഷനില്ല. പഠിക്കുന്ന കാലമാണ് ഏറ്റവും സന്തോഷമായതും ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളും ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും ഒന്നും സാധിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോ ടെൻഷനും ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം നമ്മൾ കുട്ടികളെ പോലെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഗെയിമുകൾ കളിക്കാൻ വേണ്ടിയിട്ട് അവർ ഏർപ്പാടാക്കണം. അപ്പോൾ നമ്മൾ പോയതെന്താ, നമ്മുടെ ഫാദറിൻ്റെ നല്ലൊരു അടിപൊളി പ്രസംഗം ഉണ്ടായിരുന്നു. അടിപൊളി പ്രസംഗമാണ്. നമ്മളെപ്പോൾ പോകുമ്പോഴും ഈ ഫാദറാണ്. ഇവിടുത്തെ പേര് വന്നിട്ട് എനിക്ക് നേരെ അങ്ങനെ അറിയില്ല. അപ്പോൾ അടിപൊളി സ്പീച്ചും അടിപൊളിയാണ് നമ്മൾ ഈ ഫാദറിൻ്റെ. നമ്മൾ കേൾക്കുന്നല്ല, നമ്മളെ മോട്ടിവേഷൻ ക്ലാസ്സും അടിപൊളിയാണ് നമുക്ക് കേൾക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞതാ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഇതുപോലെ അതുപോലെ ബലൂൺസ് എല്ലാം കുട്ടികളെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഒരു റാലി പോലെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാരൻസ് എല്ലാവരും നമ്മൾ ഫ്രണ്ടിലും കുട്ടികൾ പുറകിൽ ഇതുപോലെ കൊടികളും പിന്നെ അതുപോലെ ബലൂൺസ് എല്ലാം ഇവർ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു റാലി പോലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. എല്ലാ പാരൻസും ഇതുപോലെ റാലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ പുറകിൽ ഇങ്ങനെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് വന്നിട്ട് ഇതുപോലെ ചാടുന്ന അങ്ങനെ ഓരോ ടീമുകളുടെ അത് വന്നിട്ട് നമ്മൾ ഓരോന്നും റെഡ് പറയുമ്പോൾ അങ്ങനെ ചാടുന്ന പുറകിലേക്കും ഫ്രണ്ടിലേക്കും അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഓട്ട മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കുറേ പാരൻസ് ഉണ്ടായിരുന്നു. എനിക്കിതിലൊന്നും ഇതുപോലെ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം മോന് ഒരേ കരച്ചിലായിരുന്നു. ഇവനെ കൊണ്ട് ഇരിക്കാനും പറ്റില്ല, ഇവൻ ആരുടെ അടുത്ത് പോകില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവൻ ഒരേ കരച്ചിലായപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാം അവിടെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. മോളുടെ ക്ലാസ്സിൽ വന്നാണ്, മോളിത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, മോളും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.